കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി ടു ദ പവർ ഓഫ് 3/2 അകത്താണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ക്യൂബ് റൂട്ട് കാണുക. 27 ക്യൂബ് റൂട്ട് 3 ആണ്. ഇവിടെ എന്ത് വരും? RA/RB ഹോൾ ടു ദ പവർ ഓഫ് 1/2. രണ്ട് സൈഡിൽ നിങ്ങൾ ക്യൂബ് റൂട്ട് കണ്ടു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് RA/RB ആണെങ്കിൽ ഇത് സ്ക്വയർ ചെയ്യണം. ഇത് 9 ആവും. ഇപ്പുറത്തത് RA/RB. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വറി ചെയ്യേണ്ട. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് എന്ത് എഴുതാം? -mgr എഴുതാം. കാരണം g ഒരു accepted to be a constant acceleration due to gravity on the surface. പക്ഷെ ഇവിടെ രണ്ട് ആൻസറുണ്ട്. അങ്ങനെ തരാൻ പാടില്ലാത്തതാണ് ഒരു തരത്തിൽ. അങ്ങനെ തന്നെങ്കിൽ കുറെ കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആവണം. ക്വസ്റ്റ്യനിൽ സ്മോൾ ജിയെ കുറിച്ച് മെൻഷനിങ് ഇല്ലാത്തതുകൊണ്ട് കുറെ കൂടി ബെസ്റ്റ് ഫിറ്റ് ആൻസർ വിൽ ബി 1. വെരി ഗുഡ് മോർണിംഗ് എവ്രിബഡി. നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷേ ഫോർ ലാസ്റ്റ് മൈ എക്സ്പീരിയൻസ് വിത്ത് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ലാസ്റ്റ് 25-30 ഇയേഴ്സ്, ഈ പേപ്പറിനുള്ള വെയിറ്റേജ് എല്ലാ വർഷവും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കീമിൽ മാത്രമല്ല, നീറ്റും പണ്ടത്തെ APMTയും പണ്ടത്തെ എയിംസിലും ജിപ്മറിലും അതുപോലെ JEE മെയിൻസിലൊക്കെയും ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇപ്പോഴുണ്ട്. ഒന്നും അത്ര ഡീറ്റെയിലിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. നമുക്ക് മൊത്തം എല്ലാം നിങ്ങളുടെ എല്ലാ കൺസെപ്റ്റ്സും നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, നൗ കുറച്ച് കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് കീം എക്സാമിനേഷന് മുമ്പായിട്ട് നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട്, ഫ്രഷപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റൻസീവ് ക്രാഷ് പ്രോഗ്രാം. ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഉദ്ദേശിക്കുന്നത് ഓരോ ചാപ്റ്ററുമായിട്ട് ബേസിക് തിയറി, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, അത് ഡിസ്കസ് ചെയ്യും. ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡൗട്ട് ക്ലിയറിങ് ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലാണ്, സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഒരു വർഷമായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നല്ലൊരു ബൂസ്റ്റിംഗ് കിട്ടും. അതുപോലെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്കൊന്നും കൂടി എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടും. കാരണം നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് അത്ര സമയമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഡീറ്റെയിൽ റിവിഷന് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സോഴ്സസ് ഉണ്ട്. ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽസിലെ ട്യൂഷൻ +1 +2 ട്യൂഷൻസിനായിട്ടുള്ള ഒരുങ്ങുന്ന കുട്ടികൾക്ക്, അതുപോലെ അവർക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഏപ്രിലിൽ JEE മെയിൻസിനും നീറ്റിനും കേരള എൻട്രൻസ് എക്സാമിനേഷനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട്, അതായത് ഓരോ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റിലും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഞങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ടേപ്സ് അവൈലബിൾ ആണ്. പെട്ടെന്ന് ഒന്ന് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ +1 +2 സ്റ്റുഡൻസിന് ഒരു ഡീറ്റെയിൽ തിയറി സ്റ്റഡീനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. That point of view, it will be very useful for you. Okay, now we come to gravitation discussion. Now, another question. If we go deep down in a mine, മൈനിൽ നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ അത്രയും ഡെപ്തിലോട്ട് പോയതുകൊണ്ട് നിങ്ങളുടെ മുകളിലുള്ള 3 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോയി.
3 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ള അറ്റ്മോസ്ഫിയർ എയർ 3 കിലോമീറ്റർ കൂടി കൂടും. സർഫസിനേക്കാളും കമ്പാരിസണിൽ 3 കിലോമീറ്റർ കൂടി കൂടും. അപ്പോൾ മൈൻസിൻ്റെ താഴേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. ഇനി അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മാക്സിമം സർഫസിലാണ്. സർഫസിൽ മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. സർഫസിലാണ് മാക്സിമം. നമ്മൾ ജി എന്ന് പറയുന്നത് നോർമലി ഉദ്ദേശിക്കുന്നത് സർഫസിനെയാണ്. സർഫസിലാണ് ഇറ്റ് ഹാസ് മാക്സിമം വാല്യൂ. ഐദർ യു ഗോ അപ്പ് above the surface of earth or you go down beneath surface of earth. In both the cases, രണ്ട് കേസിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ പ്രഷർ കൂടും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ ആൻസർ ഏതാണ്? ഹയർ എയർ പ്രഷർ, ലോവർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ 1 തന്നെ. അടുത്തത് time period of revolution of planet A around sun is 27 times another planet B. The distance A from the sun is 6 times greater than. നമ്മൾ കെപ്ലേഴ്സ് തേർഡ് ലോയുടെ പ്ലാനറ്റ് വെർഷനാണ്, സാറ്റലൈറ്റ് വെർഷനാണ്. പ്ലാനറ്റിന് കെപ്ലേഴ്സ് തേർഡ് ലോ തന്നെ. T സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്, അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു ആർ ടു ദ പവർ ഓഫ് 3/2. TA by TB is equal to RA by RB whole to the power of 3/2. യെസ്, നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. ഒരു ഡിലേ ഇല്ലാതെ നേരിട്ട് കെപ്ലേഴ്സ് തേർഡ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയുടെ ടൈം പീരീഡ് 27 ടൈംസ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാസ് ബിക്കം 27. RA by RB, നിങ്ങൾക്ക് RA by RBയുടെ റേഷ്യോ വേണം. isn't it x times greater than B? നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്, ഓർബിറ്റൽ റേഡിയസ്. ഡിസ്റ്റൻസ് ഫ്രം എ എന്ന് ഡിസ്റ്റൻസ് ഓഫ് എ ആൻഡ് ബി ഫ്രം എന്താണ് സൺ എന്ന് വെച്ചാൽ അതിൻ്റെ ഓർബിറ്റൽ റേഡിയസ് ആണ്. RA by RBയുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. നോക്കുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി ടു ദ പവർ ഓഫ് 3/2 അകത്താണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ക്യൂബ് റൂട്ട് കാണുക. 27 ക്യൂബ് റൂട്ട് 3 ആണ്. ഇവിടെ എന്ത് വരും? RA by RB ഹോൾ ടു ദ പവർ ഓഫ് 1/2 എന്ന് കിട്ടും. രണ്ട് സൈഡിൽ നിങ്ങൾ ക്യൂബ് റൂട്ട് കണ്ടു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് RA by RB ആണെങ്കിൽ ഇതൊന്ന് സ്ക്വയർ ചെയ്യണം. ഇത് 9 ആവും, ഇപ്പുറത്തത് RA by RB ആണ്. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ആൻഡ് യുവർ ആൻസർ ഈസ് 9. ആൻസർ ഇസ് തേർഡ് ആൻസർ ആണ്. ഡയറക്റ്റ് അപ്ലിക്കേഷൻ, ഒരു കൺഫ്യൂഷൻ വേണ്ട, ഒന്ന് ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ ഡീറ്റെയിലായി പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസറിൽ കിട്ടും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് റേഷ്യോ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് 1 കിലോഗ്രാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ അത് ഗ്രാവിറ്റേഷൻ 1 കിലോഗ്രാം മാസിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് 1 യൂണിറ്റ് മാസ് ഈസ് നത്തിങ് ബട്ട്, അതിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് ഞാൻ VG എന്ന് എഴുതാണ്. എൻ്റെ ഫോർമുല -G മാസ് ഓഫ് സൺ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് പ്ലാനറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഓൺ ദി സർഫസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ R. അപ്പോൾ എനിക്ക് വേണ്ടത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ അത് 1 കിലോഗ്രാം മാസിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടാൽ മതി. G M ആ പ്ലാനറ്റിൻ്റെ മാസ്, R ആ പ്ലാനറ്റിൻ്റെ റേഡിയസ്. എനിക്ക് വേണ്ടത് മാസസിൻ്റെ റേഷ്യോ 1:2, റേഡിയസിൻ്റെ റേഷ്യോ 1:3. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ റേഷ്യോ വേണം, അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, VG1 ഡിവൈഡഡ് ബൈ VG2. സിമ്പിൾ മാത്തമാറ്റിക്സ്. G രണ്ടുപേരും കോമൺ ആണ്.
m1 by m2 into r2 by r1. m1 m2 ന്റെ റേഷ്യോ 1 തന്നെ, 1:2 ആണ്. 1/2 m1 by m2 1/2 into 3/2 ഇൻവേഴ്സ് റേഷ്യോ ആണ്. അപ്പോൾ ദിസ് കംസ് ടു ബി 3/2 അല്ല 3/1 ആണല്ലോ, 3/1. അപ്പോൾ 1/2 ഇൻറ്റു ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റേഡിയൈ 1:3 ആണ്, ഇൻവേഴ്സ് റേഷ്യോ 3:1 ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ 3/2 അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോംപ്ലിക്കേഷൻ, ഒരു ട്വിസ്റ്റിംഗും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ചെറിയൊരു കാര്യം, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പൊട്ടൻഷ്യലായിട്ട് എടുത്താൽ കുറേ കൂടി മാത്തമാറ്റിക്കലി ഈസിനെസ് ഉണ്ട്, അതാ ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. എക്സ്പ്രഷൻ എഴുതി നേരിട്ടിട്ട് നമുക്ക് നേരിട്ടും എഴുതാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് 1 to 2 ഈസ് മാസിന്റെ ഡയറക്റ്റ് റേഷ്യോ, റേഡിയസിന്റെ ഇൻവേഴ്സ് റേഷ്യോ. ആൻസർ നമ്മുടെ എത്രയാണ്? 3 ആണ് ആൻസർ. അത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. സാറ്റലൈറ്റ് ഓഫ് മാസ് m സ്പിന്നിങ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത്. സ്പിന്നിങ് ഉണ്ട്, റെവല്യൂഷൻ ഉണ്ട്. അപ്പോൾ റെവല്യൂഷൻ ഉള്ളത് കൊണ്ട് അതിന് ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, സ്പിൻ ചെയ്യുന്നതുകൊണ്ട് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇല്ലാത്തത്? ദ വൺ ഡസൻറ്റ് ഹാവ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്, ഒരു സാറ്റലൈറ്റ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്, സ്പിൻ ചെയ്യുന്നു, തീർച്ചയായിട്ടും ഇറ്റ് ഹാസ് ഗോട്ട് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പം അതുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, ആംഗുലർ മൊമെന്റം ഉണ്ട്, കാരണം ടേണിംഗ് മോഷനാണ്, സർക്കുലർ മോഷനാണ്. വൈബ്രേഷണൽ എനർജി ഇല്ല, നമ്മുടെ ആവശ്യം ഇതാണ്, വൈബ്രേഷൻ എനർജി. ഇതൊന്നും ഇല്ല. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, ആംഗുലർ മൊമെന്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഇല്ലാത്തതാണ്. ഇല്ലാത്തത് വൈബ്രേഷണൽ എനർജിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 satellites A and B orbiting Earth at a height of 2.5 or 7.5 respectively from ratio of their time periods. വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. നേരിട്ട് ഞാൻ എഴുതുന്നു, സമയം കളയാതെ. TA/TB is equal to, നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ടൈം പീരീഡ്സ് ആണ്, RA/RB ഹോൾ ടു ദ പവർ ഓഫ് 3/2. യെസ്. ഇനി ഇവിടെ ചെറിയൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. തന്നിരിക്കുന്നത് ഹൈറ്റ് ആണ്. RA എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. RA എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദ വാട്ട് പ്ലാനറ്റ് പ്ലസ് ഹൈറ്റ്. അപ്പോൾ എത്ര വരും? R പ്ലസ് 2.5R, അത് 3.5R ആണ്. യെസ് അല്ലേ? രണ്ടാമത്തെ പ്ലാനറ്റിൻ്റെ എത്രയാണ്? 7.5R plus R. That will be coming to be 8.5R. Yes, orbiting Earth at a height of 2.5R respectively from the center of Earth. Okay, അവിടെ ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹൈറ്റ് എന്ന് പറഞ്ഞാലും അവരുടെ വേർഡിങ് തെറ്റാണ്. പിന്നെ അവർ പറയുന്നു സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ റേഡിയസ് അഡീഷൻ്റെ നമുക്ക് ആവശ്യമില്ല. കറക്റ്റ്ലി വേണ്ടത് എങ്ങനെയാണ്? ഇതാണ് കറക്റ്റ്ലി വേണ്ടത്. പക്ഷേ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന വേർഡിങ്ങിൽ അല്പം ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുകയും പിന്നെ സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് പറയും. അപ്പം നമുക്ക് നേരിട്ട് എടുക്കാം. നമ്മുടെ ആൻസർ എത്ര തന്നെയാണ്? 2.5R 7.5R. കാരണം അവർ സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഹൈറ്റ് എടുക്കുന്നത് എപ്പോഴും സർഫസ് ഓഫ്, വേറെ സെൻറ്റർ ഓഫ് എർത്ത് എന്നുള്ള വൈഡിങ് ഇല്ലായിരുന്നെങ്കിൽ, ശ്രദ്ധിക്കുക, ഹൈറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹൈറ്റ് എടുക്കുന്ന എപ്പോഴും സർഫസിൽ നിന്നാണ്. നിങ്ങളുടെ ഓർബിറ്റൽ റേഡിയസ് എയുടെ 3.5ഉം ബിയുടെ 8.5 അതിന്. ഇവിടെ അവസാനം ഒരു വേർഡിങ് വന്നു ഫ്രം സെൻറ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് ഹൈറ്റ് വേർഡിങ് പാടില്ല ഇവിടെ. പക്ഷെ നമുക്കതിനെ ഫോർഗെറ്റ് ചെയ്യാം. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് കിട്ടും? 2.5R divided by 7.5R whole to the power of 3/2. 1/3 whole to the power of 3/2. യെസ്, അതായത്
ക്യൂബിൻ്റെ റൂട്ട്. ക്യൂബ് എത്രയാണ് എന്ന് പറയുമ്പോൾ 1:3^3/2. 1:√27. 1:3√3. ഇതാണ് ആൻസർ. 1:3√3. ഓക്കെ. അപ്പോൾ ഹൈറ്റ് എന്നുള്ള വാക്ക് ഇവിടെ അല്പം ഒരു തെറ്റായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സെന്റർ ഓഫ് എർത്ത് എടുക്കാം. അങ്ങനെ ഒരു വേർഡിങ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഹൈറ്റ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ ഹൈറ്റ് ഫ്രം സർഫസ് ഓഫ് എർത്ത്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് an artificial satellite revolving around the earth at a height r from the surface of earth in terms of escape velocity? What is the formula for orbital velocity? √of gm/r. സാറ്റലൈറ്റ് ആണ് m എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിന്റെ മാസ്, r ഓർബിറ്റൽ റേഡിയസ്. എസ്കേപ്പ് വെലോസിറ്റി ഫ്രം പ്ലാനറ്റ് ഈസ് 2gm/R. നമ്മുടെ കേസിലെ ഓർബിറ്റൽ റേഡിയസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർബിറ്റ് ഓഫ് ഹൈറ്റ് r ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് r ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. അങ്ങനെ പറയുന്നില്ല, ഹൈറ്റ് എടുക്കുന്ന എപ്പോഴും സർഫസ് ഓഫ് എർത്ത് എന്നാണ്. അപ്പോ നമ്മുടെ ഓർബിറ്റൽ റേഡിയസ് ക്യാപിറ്റൽ R പ്ലസ് h, that is 2r ആണ്. Therefore orbital velocity of this case is √2gm/2r. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇൻ ടേംസ് ഓഫ് എസ്കേപ്പ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. v orbiting divided by v escape is coming to be √2gm/r into cross multiplication r divided √2gm/2r. 2gm/2r. No. Yes, look, gm/r ഉള്ളൂ. അപ്പോൾ 2 വേണ്ടല്ലോ. 2 വേണ്ട. 2ന്റെ ആവശ്യമില്ല. gm/2r. കറക്റ്റ്. √gm/2r അല്ലേ? ഇത് ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി √what ഇൻവേർട്ട് ചെയ്യുമ്പോൾ that is coming to be r/√2gm. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ gm get cancel, r get cancel, 1/√4, that is 1/2. Therefore orbital velocity is equal to escape velocity into 1/2, and this is your answer. 1 is your answer. ഒന്നുകൂടി പറയുന്നു, ഓർബിറ്റൽ വെലോസിറ്റി ഈസ് √gm/r. r എന്ന് പറയുന്നത് ഓർബിറ്റൽ റേഡിയസ് ആണ്, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ പ്ലാനറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് ആണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സർഫസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞില്ലെങ്കിലും ഹൈറ്റ് ഈസ് ടു ബി ടേക്കൺ ഫ്രം സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഓർബിറ്റൽ റേഡിയസ് വി ഗോട്ട് 2r. അപ്പോൾ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് കമ്മിങ് ടു ബി √gm/2r. എസ്കേപ്പ് വെലോസിറ്റി ഡയറക്റ്റ് ഫോർമുലയാണ് √2gm/r. Then dividing will be getting 1/2, or v orbit is equal to v escape into 1/2. Correct? Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ടു ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എർത്ത്. ഉദ്ദേശിക്കുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എർത്ത് ഓഫ് എ സാറ്റലൈറ്റ് revolving close to earth. അത് പറഞ്ഞിട്ടില്ല. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കേസ് ഉള്ളൂ, സാറ്റലൈറ്റ് റിവോൾവിംഗ് ക്ലോസ് ടു ദി ഓർബിറ്റ്. അപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുന്നു റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി. നേരത്തെ എഴുതി എസ്കേപ്പ് വെലോസിറ്റി √2gm/r, ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുല √gm/r, and for closest satellite orbital radius is equal to capital R, closest satellite. Therefore v orbiting close, ഉദ്ദേശിക്കുന്ന ക്ലോസ് ആണ് √gm/R. റേഷ്യോ എന്ത് വരും?
V escape by VO close will be root 2. Will be root 2. Yes. Okay. Answer will be V escape by root 2. അല്ലെങ്കിൽ എർത്തിൻ്റെ കേസ് ആണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാം. എർത്തിൻ്റെ കേസിലെ വി എസ്കേപ്പ് എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 8√2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ VO close will be 8√2 kilometer per second divided by √2 is equal to 8 kilometer per second. എർത്തിൻ്റെ കേസ് ആണെങ്കിൽ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാല്യൂ ചോദിച്ചിട്ടില്ല, വെറും റേഷ്യോ മാത്രമുള്ള വാല്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം സർഫസ് ഓഫ് എർത്ത് ഈസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് 8√2 ആണ് നിയർലി ഡിവൈഡഡ് ബൈ √2. നിയർലി 8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ക്ലോസസ്റ്റ് സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഫോർ ബോഡി ഓഫ് മാസ് m ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഇതാണ്, -Gmm/r. നമ്മൾ മൂന്നാമത്തെ തവണയാണ് പറയുന്നത് സ്മോൾ ആർ ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജെക്ട് ഫ്രം സെന്റർ ഓഫ് ദി എർത്ത്. ഇനി ഓൺ സർഫസ് ഓഫ് എർത്ത്, സ്മോൾ ആറിന്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി -Gmm/R മൈനസ് നമ്മുടെ ആൻസർ ഉണ്ട് 1 ആണ് ആൻസർ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തോട്ടെ. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് പ്ലാനറ്റ് Gm/r². അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ GM നമുക്ക് Gr² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കംസ് ടു ബി -Gr² into m divided by r. We have an answer -Gm. നമ്മുടെ മുമ്പിൽ ഇങ്ങനൊരു ആൻസർ കൂടി ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഡാറ്റ നോക്കി തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് സ്മോൾ m, capital M, and gravitational constant G and radius of the earth. അപ്പോൾ ഈ ആൻസർ തെറ്റെന്ന് പറയുന്നില്ല, കുറെ കൂടി ഉദ്ദേശിക്കുന്ന ആൻസർ ഇൻ ടേംസ് ഓഫ് മാസ് ഓഫ് എർത്ത് ആൻഡ് ക്യാപിറ്റൽ G ആണ് ഉദ്ദേശിക്കുന്നത്. സ്മോൾ ജിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അല്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വറി ചെയ്യേണ്ട. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് എന്ത് എഴുതാം? -mgr എന്ന് എഴുതാം. കാരണം G ഒരു accepted to be a constant acceleration due to gravity on the surface of Earth. പക്ഷെ ഇവിടെ 2 ആൻസറുണ്ട്. അങ്ങനെ തരാൻ പാടില്ലാത്തതാണ് ഒരു തരത്തില്. അങ്ങനെ തന്നെങ്കിൽ കുറെ കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആവണം. ക്വസ്റ്റ്യനിൽ സ്മോൾ ജിയെ കുറിച്ച് മെൻഷനിങ് ഇല്ലാത്തതുകൊണ്ട് കുറെ കൂടി ബെസ്റ്റ് ഫിറ്റ് ആൻസർ വിൽ ബി 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Kinetic energy of satellite at a height h from surface of Earth, then potential energy. ഇതൊരു ബേസിക് ഇൻഫർമേഷൻ ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഫോർ എ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ബോഡി, ഫോർ എ സാറ്റലൈറ്റ് ഫസ്റ്റ് പോയിന്റ് റിലേഷൻ, kinetic energy is numerically equal to the total energy is half of numerical value of potential energy. ഇത് എല്ലാവർക്കും അറിയാം, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നു. ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഈക്വൽ ടു ടോട്ടൽ എനർജിയാണ്. കൈനറ്റിക് എനർജി പ്ലസ് ടോട്ടൽ എനർജി മൈനസ് ആണ് ഞാൻ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞ്. ഇനി ഇത് പൊട്ടൻഷ്യൽ എനർജി ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ പകുതിയാണുള്ളത്. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എത്രയാണോ
അതിൻ്റെ ഡബിളാണ് എന്ത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. വീണ്ടും പറയുന്നു, കൈനറ്റിക് എനർജി എടുക്കുന്ന പോസിറ്റീവാണ്, പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു കൈനറ്റിക് എനർജി കെ ആണ്. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി അത്ര തന്നെ ന്യൂമറിക്കലി ഈക്വൽ ആണ്, പക്ഷേ ടോട്ടൽ എനർജി നെഗറ്റീവാണ്, അതുകൊണ്ട് -k. ചോദിച്ചിട്ടില്ല, എന്നാലും പറയുന്നു പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജിയുടെ വാല്യൂവിൻ്റെ ഡബിൾ ആണ്, വിത്ത് മൈനസ് സൈൻ -2k. ഓക്കെ, യെസ്, ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടത് ടോട്ടൽ എനർജിയാണിത്, -k ആണ്. എത്ര തന്നെയാണോ കൈനറ്റിക് എനർജി അത്ര തന്നെയാണ് ടോട്ടൽ എനർജി വിത്ത് -. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? The force between two identical solid spheres, each of radius r, kept in contact is F if the distance of their centers is made for r. ഇങ്ങനെ രണ്ടെണ്ണം ഐഡന്റിക്കൽ ആയിട്ട് ടച്ച് ചെയ്തിരിക്കുമ്പോൾ റേഡിയസ് സ്മോൾ ആർ ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് ക്യാപിറ്റൽ G. രണ്ട് ഐഡന്റിക്കലാ. മാസ് പറഞ്ഞിട്ടില്ലേ നമുക്ക് മാസിനെ M ആയിട്ട് കൂട്ടാം. ഒരാളുടെ M ആണെങ്കിൽ മറ്റാളുടെ M. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം r + r 2r 4r². ഇനി എന്ത് പറയുന്നു? ഇതേ മാസസ് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റേഴ്സ്, നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ്. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് 2r ആണ്. r + r 2r. അടുത്ത പ്രോബ്ലത്തില് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് 4r ആണ്. അപ്പൊ എന്ത് വരും? Gm × m into 4r whole square. That comes to be Gm² by 16r². ഇനി നമുക്ക് വേണ്ടത് f' എത്രയാണ്? Gm² by 4r² into 1/4 ആണ്. ഞാൻ ഇങ്ങനെ എഴുതാം, എഴുതിക്കൂടെ? ഇത് നമ്മുടെ f ആണ്. അപ്പൊ f' coming to be f/4. നമ്മുടെ ആൻസർ ഉണ്ട് അല്ലേ? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഒറ്റ കാര്യം, നിങ്ങൾ ജസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ ആണ്. ടച്ചിങ് ഈച്ച് അതർ ആകുമ്പോൾ സെന്റേഴ്സ് ടു സെന്റർ ഡിസ്റ്റൻസ്, നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ആണ്. അത് 2r ആണ്. അതാണ് ഞാൻ 2r² 4r² എന്ന് എഴുതുന്നത്. ഇനി അടുത്തതില് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് 4r എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ 4r² 16r². അത് ഞാൻ സിംപ്ലിഫൈ ചെയ്തു, എഫ് സെപ്പറേറ്റ് ചെയ്തു, f' is f/4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ടു ബോഡീസ് ഓഫ് മാസ് 1 kilogram kept at a distance of 1 meter. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തേർഡ് ടൈമാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഫോർമുല എഴുതുന്നത്. Gm1 m2/r with -sign. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ആണ്, കാരണം അതിൻ്റെ മാക്സിമം വാല്യൂ 0 ആണ് ഇൻഫിനിറ്റിയില്. അതുകൊണ്ട് ബാക്കിയല്ല വാല്യൂ മൈനസ് ആണ്. -g ഒരേ മാസം 1 kilogram ആണ്. ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം 1 ആണ്. യുവർ ആൻസർ കംസ് ടു ബി -g. ഒരു കൺഫ്യൂഷനും ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. -g ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് ഓഫ് മാസ് m. പ്ലാനറ്റിന്റെ മാസാണ് സ്മോൾ m, റേഡിയസ് സ്മോൾ r is g. Then escape velocity. നോക്കാം, നമുക്ക് ആദ്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല എഴുതാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? Gm/r². കറക്റ്റ്. ഇനി അടുത്ത് ചോദിക്കുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ പ്ലാനറ്റ്, √2gm/r. അതായത് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് സ്മോൾ ആർ ആണ് കേട്ടോ. റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഞാൻ റേഡിയസിൻ്റെ ടേംസിൽ എഴുതി. ഇനി ഇതിനെ നമുക്ക് രണ്ടിനെ ഒന്ന് മിക്സ് ചെയ്യണം. എസ്കേപ്പ് വെലോസിറ്റിന് അവിടെ നമുക്ക് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് gm, ഞാൻ നേരത്തെ എഴുതി, ഇൻസ്റ്റെഡ് ഓഫ് gm നമുക്ക് gr² എന്ന് കിട്ടും. അതായത് r റേഡിയസ് ഓഫ് ദി എർത്ത് ആണ് കേട്ടോ. സ്മോൾ ആർ എന്ന് എഴുതിയാലും ഇവിടെ സ്മോൾ ആർ പറഞ്ഞത് കൊണ്ട് നമ്മൾ സ്മോൾ ആർ എന്ന് എഴുതി. യൂഷ്വലി ക്യാപിറ്റൽ ആർ ആണ് ഉപയോഗിക്കാറ്, പക്ഷെ ഇവിടെ അങ്ങനെ സ്മോൾ ആർ കൊടുത്തു. അപ്പോൾ വി ഹാവ് ടു ടേക്ക് റേഡിയസ് ഓഫ് എർത്ത് സ്മോൾ ആർ. അപ്പോൾ
നമുക്ക് ആവശ്യം വരുന്ന വളരെ യൂസ്ഫുൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ക്യാപിറ്റൽ ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് മാസ് ഓഫ് പ്ലാനറ്റ് is equal to acceleration due to gravity on the surface into radius square. So that comes to be root of acceleration is the escape velocity ആണ്. അപ്പോൾ root of 2/r then ഇവിടെ എഴുതി. Instead of gm I can write gr squared, 1r get cancel, root of 2gr. Yes. അപ്പോൾ നിങ്ങൾ escape velocityക്ക് ഇതും കൂടി ഓർത്ത് വെച്ചോ. Isn't it? Root of 2gr. നമ്മൾ സാധാരണ 3 തരത്തിലാണ് എസ്കേപ്പ് വെലോസിറ്റി ഓർക്കാറ്. ഒന്ന് ബേസിക് ഫോർമുല റൂട്ട് ഓഫ് 2gm/r. ഞാനിവിടെ ആറ് ഇവിടുത്തെ കേസിൽ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആണ്, റേഡിയസ് ഓഫ് പ്ലാനറ്റ് ആണ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഞാൻ ക്യാപിറ്റൽ ആർ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ജി എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 2gr എന്ന് കിട്ടി. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. മാസിന് പകരം എന്തെഴുതാം? 2g/r ഇൻറ്റു കൺസിഡറിങ് എർത്ത് ആസ് എ യൂണിഫോം സ്പിയർ ഓഫ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി മാസ് ഡെൻസിറ്റി. നമുക്ക് മാസിന് പകരം 4/3 πr³ ഇൻറ്റു റോ എന്ന് എഴുതാം, റോ ഡെൻസിറ്റി. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഓഫ് 8g by 3 കോൺസ്റ്റന്റ് ആണ്, റോ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒരു 6 മോൾ r³ ഇതൊരു r² റൂട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരും. റൂട്ട് ഓഫ് 8g/3 റോ ഇൻറ്റു r. അപ്പോൾ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഓർക്കാം. root of 2gm/r. In terms of acceleration due to gravity, root of 2g capital R. കാരണം സ്മോൾ ആർ നമ്മൾ ക്യാപിറ്റൽ ആർ എടുത്തല്ലോ. സ്മോൾ ആർ ഇസ് ക്യാപിറ്റൽ ആർ, റേഡിയസ് ഓഫ് എർത്ത്. ഇങ്ങനെ എഴുതാം. ഇനിയല്ല, ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയിലാണ് പറയുന്നതെങ്കിൽ റൂട്ട് ഓഫ് 8g/3 റോ ഇൻറ്റു ആർ. നമ്മുടെ പ്രോബ്ലത്തിന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം. അങ്ങനെ 3 ഓർക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഇനി 3 ഓർത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റിമെമ്പർ 1 and make it. പക്ഷെ നിങ്ങൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കണം. വെറെവർ ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മാസ് ഓഫ് പ്ലാനറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ജി ഇൻറ്റു r². ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്. യെസ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി കൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് എവറി ഇയർ there is a question based upon escape velocities very regularly asked. So thorough with the escape velocity ഞാൻ പറഞ്ഞു. എർത്തിൻ്റെ കേസിൽ നമുക്കതിൻ്റെ വാല്യൂ 11.2 km/s ആണ്. പക്ഷെ അത് 8√2 km/s കൂടിയാണ്. 2 ഒന്നാന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫാസ്റ്റസ്റ്റ് സാറ്റലൈറ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് സാറ്റലൈറ്റിൻ്റെ സ്പീഡ് വി എസ്കേപ്പ് √2 ആണ്. എർത്തിൻ്റെ കേസിൽ അത് 8 km/s ആണ്. So that's all about today's gravitation chapter. Okay.